ടോവിനോ തോമസിന്റെ ഐഡന്റിറ്റി സിനിമയുടെ കഥയും വേറൊരു പടത്തിന്റെ കഥയും സിമിലർ ആണ് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? എനിക്കറിയാം ഒരൊറ്റ മനുഷ്യൻ വിശ്വസിക്കാൻ പോകില്ല. ബട്ട് യു ഷുഡ് ആക്സെപ്റ്റ് ദ റിയാലിറ്റി എന്ന് എനിക്ക് പറയുള്ളൂ. സിമിലർ ആണ്, നമ്മുടെ അടിത്തട്ടും കൊണ്ടലും പോലെയാണ്, വാലും മൂടും മാത്രമേ വ്യത്യാസമുള്ളൂ. സോ നിങ്ങൾ ഐഡന്റിറ്റി സിനിമ കണ്ടിട്ടില്ല വെച്ചാൽ പ്ലീസ് വൈപ്പ് അപ്പ് എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം ദിസ് വീഡിയോ വിൽ ഹാവ് സം സോർട്ട് ഓഫ് സ്പോയിലേഴ്സ്. പിന്നെ അവസാനം എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഐഡന്റിറ്റി സിനിമയിൽ തൃശയ്ക്ക് ഒരു ഡിസോർഡർ ഉണ്ട്, അതായത് ഫേസ് ബ്ലൈൻഡ്നെസ്. അതിന് പറയുന്ന എന്തോ പേരുണ്ട്, പ്രോസോപഗ്നോസിയ അങ്ങനെ എന്തോ പറയുന്നുണ്ട്. അതേ ഡിസോർഡർ ആണ് ഇതിൽ നമ്മുടെ നായകനുള്ള. ഐഡന്റിറ്റിയിൽ നായികയാണ് വെച്ചാൽ ഇതിലെ നായകൻ. സോ നമ്മുടെ നായിക ഐഡന്റിറ്റി തൃശയ്ക്ക് ഒരു ആക്സിഡന്റിലാണ് ഫേസ് ബ്ലൈൻഡ്നെസ് ഉണ്ടാവുന്നത്. ഇതിലും നമ്മുടെ നായകൻ ഒരു ആക്സിഡന്റിലാണ് ഫേസ് ബ്ലൈൻഡ്നെസ് ഉണ്ടാവുന്നത്. അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ആള് കില്ലറെ കാണും, പിന്നീട് ഫേസ് ബ്ലൈൻഡ്നെസ് കാരണം ആൾക്ക് അറിയില്ല ആരാണെന്നുള്ളത്. അവസാനം സ്കെച്ച് വരപ്പിക്കാൻ പോകുന്നത് ആ കില്ലറിന്റെ അടുത്ത് തന്നെയാണ്. ഈ സിനിമയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു മർഡർ നടക്കുന്നത് നമ്മുടെ നായകൻ കാണും, എന്നിട്ട് കംപ്ലൈന്റ് കൊടുക്കാൻ പോണതോ ആ കില്ലറുടെ അടുത്ത് തന്നെയാണ്. സോ അത്രയും സിമിലർ ആണ്. പിന്നെ നമ്മുടെ ഐഡന്റിറ്റി സിനിമയിൽ വിനയ് റായ് പോലീസ് ഓഫീസറാണ്. ആൾ ആദ്യമൊക്കെ കാണിക്കുന്നത് വളരെ നല്ലവനായിട്ടുള്ള ഒരു പോലീസ് ഓഫീസറൊക്കെ, അവസാനം പക്കാവില്ല. ഈ സിനിമയിലാണ് വെച്ചാൽ വില്ലത്തിയാണ്, അതായത് ജണ്ടർ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്. വില്ലത്തി അതായത് പോലീസ് ഓഫീസർ തന്നെയാണ്, ഒരു ACP ആണ്. ആള് വളരെ നല്ലൊരു വീട്ടമ്മയെ പോലെ കാണിക്കും, അവസാനം ആളാണ് വില്ലത്തി എന്ന് കാണിക്കും. അത്രയും സിമിലർ ടു സിമിലർ ആണ്. അതേപോലെ തന്നെ നമ്മുടെ ഷമ്മി തിലകൻ ഐഡന്റിറ്റിയിൽ വന്നിട്ട് ഈ പ്രോസോപഗ്നോസിയെ പറ്റിയിട്ട് ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒരു ലെക്ചർ എടുക്കുന്നുണ്ട്. ആ മറ്റേ ഹെയർ സ്റ്റൈലിന്റെ കാര്യം വരെ പറയണം. അതന്നെ ഈ സിനിമയിലും കാണാം, ഇതിലും അതേപോലെ ഡോക്ടർ ലെക്ചർ എടുക്കുന്നുണ്ട്. പക്ഷെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സിനിമയിൽ പ്രോസോപഗ്നോസിയ പറഞ്ഞ ഡിസീസിനെ കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഇന്റൻസിറ്റിയും ഡെപ്തും കൂടുതൽ കാണിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഐഡന്റിറ്റി സിനിമയിലാണ് വെച്ചാൽ തൃശ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന ഒരു സാമ്പാർ പോലത്തെ ഒരു ക്യാരക്ടർ ആയിരുന്നു. ആ ഡിസീസിന്റെ ഡെപ്ത് അവർക്ക് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഐഡന്റിറ്റി സിനിമയിൽ കുറച്ചും കൂടി ബഡ്ജറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ അവരൊരു സ്കൈ മാർഷൽ എന്നുള്ള ടോപ്പിക് കൊണ്ടുവന്നു, കുറച്ച് ഫൈറ്റ് സീൻസ് കൊണ്ടുവന്നു, ഒരു വെർണ വേഴ്സസ് ലാൻഡ് റോവർ തമ്മിൽ ചേസ് പറയുന്ന സാധനം കൊണ്ടുവന്നു. കുറച്ചും കൂടി റിച്ച് ആയിരുന്നു ആ പണം ക്വാളിറ്റിയിലും മേക്കിങ്ങും, കാരണം ബഡ്ജറ്റ് കൂടുതലായിരുന്നു. ഈ പടത്തിൽ പക്ഷെ അങ്ങനെയൊന്നുമല്ല, ബഡ്ജറ്റ് വളരെ കുറവായതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു വെച്ചാൽ അതിന്റെ ഇടയിൽ ഒരു റൊമാൻസ് സീൻ പറയുന്ന സാധനം കൊണ്ടുവന്നു. പിന്നീട് അവർ ഈ പ്രോസോപഗ്നോസിയ പറഞ്ഞ ഡിസീസിനെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്ത് കാണിച്ചു. അതുകൊണ്ട് തന്നെ അവസാന ക്ലൈമാക്സിൽ ഒരു സീനിലൊക്കെ നമുക്ക് മനസ്സിലാവും അതിന്റെ ഡെപ്ത് എത്രത്തോളം ഉണ്ടെന്ന്. പക്ഷെ ഐഡന്റിറ്റി ആ ഭാഗത്ത് ഫെയിൽ ആയി എന്ന് വേണമെങ്കിൽ പറയാം. ഐഡന്റിറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. സോ ഐഡന്റിറ്റി കണ്ടിട്ട് ഞാൻ ഇത് കണ്ടുകൊണ്ട് എനിക്ക് ഈ സിനിമ ഭയങ്കര ആവറേജ് ആയിട്ട് തോന്നി. പക്ഷെ ആദ്യം റിലീസ് ആയത് ഈ പ്രസന്ന വദനം പറഞ്ഞ സുഹാസിന്റെ തെലുങ്ക് സിനിമയാണ്. 2024 മെയിൽ എന്താണ് ഈ പടം ഇറങ്ങിയിരിക്കുന്നത്. ഇതന്നെയല്ലേ കൊണ്ടലിനും സംഭവിച്ചിട്ടുണ്ടായിരുന്നു. കൊണ്ടലും അടിത്തട്ടിന്റെയും കേസിൽ കൊണ്ടലിനും അടിത്തട്ടിനും സെയിം സ്റ്റോറിയാണ്. അത് എങ്ങനെയാണ് വന്നത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. കൊണ്ടലിൽ എങ്ങനെയാണ് ഒരു നായകൻ, ബാക്കിയുള്ള ബോട്ടിലുള്ളവരൊക്കെ വില്ലന്മാർ. അടിത്തട്ടിൽ എങ്ങനെയായിരുന്നു ഒരു വില്ലൻ, ബാക്കിയുള്ള എല്ലാ നല്ലവരും നായകന്മാരുടെ സൈഡ്. അങ്ങനെയായിരുന്നു. ബാക്കിയെല്ലാം ഡിറ്റോ തന്നെയാണ്. അതന്നെയാണ് ഈ സിനിമയിൽ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പൊ എനിക്ക് ഓർമ്മ വരുന്നത് എന്താ വെച്ചാൽ എന്റെ ഫൈനൽ ഇയർ ബിടെക്കിന്റെ പ്രൊജക്ടിനെ പറ്റിയിട്ടാണ്. അവിടെ നമ്മുടെ HOD ഉണ്ടായിരുന്നു. അപ്പൊ ഒരു വിവരമില്ലാത്ത HOD, ഇത്രയും വൃത്തികെട്ടൊരു HOD ഞാൻ ഇന്നേവരെ കണ്ടിട്ടില്ല. ഗുഡ് ഫോർ നത്തിങ് എന്നൊക്കെ പറയില്ലേ, ആൾ എന്ത് ചെയ്ത് വെച്ചാൽ ക്ലാസ് കട്ടാവും, അതായത് കോളേജിൽ ക്ലാസ് കട്ടാവും പറഞ്ഞിട്ട് ഓരോ ഗ്രൂപ്പിനെ സെപ്പറേറ്റ് ആയി വിളിച്ചിട്ട് കൊണ്ടിട്ട് പ്രസന്റേഷൻ നടത്തി. അവസാനം എന്താ ഉണ്ടായത്, എന്റെ ഗ്രൂപ്പിനും വേറൊരു ഗ്രൂപ്പിനും സെയിം പ്രോജക്റ്റ്. എന്നിട്ട് അവര് ചെയ്ത് കഴിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് മാറ്റി. അതന്നെയാണ് ഇവിടെ ഈ സിനിമയിലൊക്കെ കാണുന്നത്. പക്ഷെ ഇതിലെന്താണെന്ന് വെച്ചാൽ ഈ തെലുങ്ക് പടത്തിലെ പ്രസന്ന വദനം നമ്മുടെ സുഹാസിന്റെ സിനിമയാണ്. സുഹാസിന്റെ ചില പടങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതായത് കളർ ഫോട്ടോ പറഞ്ഞിട്ടൊരു പടമുണ്ട്, റൈറ്റർ പത്മഭൂഷൺ എന്നൊക്കെ പറഞ്ഞിട്ട് പടമുണ്ട്. അപ്പൊ ഇന്നലെ ഒന്നും കാണാതെ ഇല്ലാത്തപ്പോ ഞാൻ ചുമ്മാ അങ്ങനെ തപ്പോ ആഹാ തെലുങ്കിൽ ഇങ്ങനൊരു ത്രില്ലർ കണ്ടു നോക്കിയപ്പോ തുടക്കം കഴിഞ്ഞപ്പോ തന്നെ ഫേസ് ബ്ലൈൻഡ്നെസ് വേണ്ട സാധനം. ഞാനിത് എവിടെ കണ്ടിട്ടുണ്ടല്ലോ പറഞ്ഞു നോക്കുമ്പോ ഡിറ്റോ. ഇത് എനിക്ക് സംതിങ് ഇസ് ഫിഷി സംവെയർ എന്ന് വേണമെങ്കിൽ പറയാൻ തോന്നുന്നുണ്ട്. പക്ഷെ ഇത് കോയിൻസിഡൻസ് ആണോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഈച്ച് ആൻഡ് എവറി സീൻ ഓൾമോസ്റ്റ് ഫസ്റ്റ് ഹാഫ് ഒക്കെ സിമിലർ ആണ്. അവർ അതിന്റെ ഇടയിൽ കുറച്ച് സ്കൈ മാർഷലിന്റെയും അതേപോലെ തന്നെ കുറച്ചും കൂടി ഫൈറ്റ് സീൻസ് ഒക്കെ കൊണ്ടുവന്നു. ഇതെന്താ വെച്ചാൽ ലോ ബഡ്ജറ്റ് പദമുണ്ട്, അത് അങ്ങനെ ആ ഒരു രീതിയിൽ പോയി. ബാക്കി എവറിത്തിങ് ഈ സിമിലർ എന്ന് എനിക്ക് പറയാനുള്ളൂ. സോ നിങ്ങൾ ഈ ഐഡന്റിറ്റി സിനിമ കാണാത്തവരാണ് വെച്ചാൽ ഈ പ്രസന്ന വദനം പറഞ്ഞ പടം കണ്ടു നോക്കുക. എനിക്ക് അത്യാവശ്യം നല്ല സിനിമയായിട്ടുണ്ട്. ഈ ഐഡന്റിറ്റി കാണാത്തവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും. എനിക്ക് അത് കണ്ടിട്ട് ഇത് കണ്ടുകൊണ്ട് അത്ര വലിയ ഇഷ്ടം തോന്നിയില്ല. സോ ഐഡന്റിറ്റി OTT തിയേറ്ററിൽ കാണാത്തവരാണ് യു ക്യാൻ ഡെഫിനറ്റ്ലി ഗോ ആൻഡ് വാച്ച്. ആഹാ തെലുങ്കിൽ ഈ സിനിമ അവൈലബിൾ ആണ്. സോ കണ്ടു നോക്കാം. സോ ഈ സിനിമയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇനീഷ്യലി സിനിമ തുടങ്ങുമ്പോൾ തന്നെ ആൾക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ട് ആൾക്ക് ഈ ഫേസ് ബ്ലൈൻഡ്നെസ് ഉണ്ടാവാൻ. പക്ഷെ അതിന്റെ ഒപ്പം തന്നെ അഡീഷണൽ ആയിട്ട് അവർ സാധനം കൊണ്ടുവന്നു. അതായത് ആൾക്ക് ഈ സൗണ്ട് റെക്കഗ്നൈസ് ചെയ്യാനും പറ്റിയില്ല. പക്ഷെ ഐഡന്റിറ്റി സിനിമയിൽ എന്തോ ഭാഗത്തിന് ആ സാധനം കൊണ്ടുവന്നിട്ടില്ല. അപ്പൊ ഞാൻ ഇനി വിചാരിച്ചു ഈ പ്രോസോപഗ്നോസിയ പറഞ്ഞ സാധനം ഇനി എല്ലാ ഇന്ത്യൻ സിനിമയിലും ഉണ്ടോ പറഞ്ഞിട്ട് ഞാൻ ഗൂഗിളിലൊക്കെ അത്യാവശ്യം സെർച്ച് ചെയ്ത് നോക്കിയപ്പോ ഇങ്ങനത്തെ 2 പടത്തിൽ മാത്രമേ ഇന്ത്യയിൽ ഇറങ്ങിയിട്ടുള്ളൂ എന്ന് കാണുന്നത്. അറിയില്ല ഇനിയിപ്പോ ഇതിനെ പറ്റി കൂടുതലും. അതിലെങ്ങനെയാണ് വെച്ചാൽ ആളെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഹെയർ സ്റ്റൈലിന്റെ കാര്യം പറയുന്ന പോലെ തന്നെ മുടിയിൽ ഒരു പ്രത്യേക കളർ അടിക്കും.
അതായത് ഇവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ മാത്രം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ആളെ തിരിച്ചറിയാനും കാര്യങ്ങളും. അതിന്റെ ഇടയിൽ കുറച്ച് അനാവശ്യമായിട്ടുള്ള റൊമാൻസ് സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ ഉണ്ട്. സോ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ കണ്ടു നോക്കാന്ന് പറഞ്ഞാൽ ആഹാ തെലുങ്കിൽ അവൈലബിൾ ആണ്. എന്നിട്ട് പറ ഇത് രണ്ടും സിമിലർ ആണോ അല്ലേ.